അതായത് ഹാജരാവേണ്ട ദിവസം എന്ന് പറയുന്നത് 13-ാം തീയതിയാണ്. അപ്പോൾ 12-ാം തീയതി രാത്രിയാണ് ഇവിടുന്ന് പുലർച്ചെ. അപ്പോൾ ഈ നോട്ടീസ് കിട്ടിയത് നമ്മൾ കാണുന്നത് 13-ാം തീയതി വൈകുന്നേരത്താണ്. അന്ന് പിന്നെ ഹാജരാവാൻ പറ്റും. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഈ പാർലമെന്റ് സെഷൻ കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും ഹാജരാവുന്നവർക്ക് മെസ്സേജ് കൊടുക്കും. അപ്പോൾ അവർ 17-ാം തീയതി ഇവിടെ ഹാജരാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹാജരാവാൻ പറ്റില്ല എന്നുള്ള കാര്യം അന്ന് എനിക്ക് വേറെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്തൊരു ചടങ്ങുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ 17-ാം തീയതി തന്നെ അവരാവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും ഇഡിയുടെ ഓഫീസിൽ എത്തിക്കുകയും ചെയ്തു. ഇതുവരെ കരൂരിന്റെ കാര്യം ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചില ഡോക്യുമെന്റ്സ്, എന്റെ ബാങ്ക് അക്കൗണ്ട്സ്, എന്റെ പ്രോപ്പർട്ടി, മറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം വല്ല പർച്ചേസ് നടത്തിയിട്ടുണ്ടോ ചോദിച്ചു. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഈ അങ്ങയുടെ വ്യക്തിപരമായ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചത്? അതെ 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 എന്റെ വ്യക്തിപരമായിട്ടുള്ള ചോദിച്ചത്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്? ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദ്യം ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും പാർട്ടിയും നടത്തിയിട്ടില്ല, ഞാനും വ്യക്തിപരമായിട്ട് നടത്തില്ല. പിന്നെ വേണ്ട, കോടതിയൊന്നും വേണ്ട. നമ്മൾ നേരിട്ട് തന്നെ ഹാജരായിട്ടല്ല. നമുക്ക് ഒന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പറയാനുള്ളതെല്ലാം അവർ നേരിട്ട് തന്നെ നമുക്ക് കോടതിയെ സമീപിച്ച് എന്തെങ്കിലും നമുക്ക് പ്രിവൻസ് കിട്ടണം എന്നുള്ള തോന്നലില്ല. നമുക്ക് പോയി പറയാനുള്ളതെല്ലാം പറയാം. പിന്നെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല ഈയിടെ എന്നാണ്? അല്ല, പിന്നീട് അവർ പിന്നെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ. കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പിന്നെ പറഞ്ഞില്ല. ഒരുപക്ഷെ പാർലമെന്റ് സെഷൻ കഴിഞ്ഞിട്ട് വിളിക്കുമായിരിക്കും. വിളിച്ചാൽ ഏത് സമയത്ത് വിളിച്ചാലും പാർലമെന്റ് സെഷൻ എവിടെ വേണമെങ്കിലും ഹാജരാവല്ലോ, നമുക്കൊരു പ്രശ്നമില്ല. പാർലമെന്റ് സെഷൻ കഴിഞ്ഞിട്ട് ഈ ഇഡിയുടെ നടപടി എങ്ങനെയാണ് കാണുന്നത്? ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്നുള്ള രീതിയിൽ CPM നേരത്തെ അതൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇഡിയുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല കമന്റ്സുകളും പല മേഖലയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കട്ടെ. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലേ, അപ്പോൾ അവർ ചോദിക്കുന്ന കിട്ടിയിട്ടില്ല. ഇല്ല.